ഇവിടെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിസ് വന്നോ? എനക്കൊന്നും കേൾക്കുന്നില്ല. വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. പഠിക്കോ. പാടാനാ മിസ് പോരെ? ആ മിസ് വന്നു. ആരെയും ഒരു അനക്കം ഇല്ലാത്ത എന്തെന്നാണ് ഞാൻ ന്യൂസ്. Good morning and Happy New Year. Good morning. Good morning, Miss. Happy New Year. Happy New Year. Good Happy morning, New ma'am. Year. Happy New Year. ഓക്കെ, നിങ്ങൾ പ്രെയർ കഴിഞ്ഞിരുന്നു. ഞാൻ കയറുമ്പോ എന്തോ ഒരു വോയിസ് ബ്രേക്ക് ആണ് കേട്ടത്. എന്റെ ഇവിടുത്തെ പ്രശ്നമായിരുന്നോ എന്ന് അറിയില്ല. പ്രെയർ കഴിഞ്ഞിരുന്നോ? ഇല്ല മാം. ഓക്കെ പ്ലീസ്. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ ക്ലാസ് ലീഡ് ചെയ്യാം. ഓൾ ആർ ദ ഫെസിലിറ്റേറ്റേഴ്സ്. എല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് തന്നെയാണല്ലോ. യെസ് പ്ലീസ്. കേൾക്കാമോ മിസ്? കേൾക്കാം. ചെറിയൊരു ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട്. കേൾക്കാം കേൾക്കാം. ഇപ്പോഴാ മിസ്? കേൾക്കാം, കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. പറന്നുയരാൻ തുടങ്ങും കുഞ്ഞു ശലഭങ്ങളെ നിങ്ങൾ തൻ ചിറകിനു കരുത്തേകുവാൻ ഞങ്ങൾക്കു ദൈവം താങ്ങാകട്ടെ, തണലാകട്ടെ, കൂട്ടാകട്ടെ. ഞങ്ങൾ തൻ സ്വപ്നം നിങ്ങൾ തൻ പുഞ്ചിരി ഞങ്ങൾക്കു പ്രതീക്ഷയേകുന്നു. നിങ്ങൾ തൻ കഴിവുകൾക്ക് ചിറകുകൾ നൽകാൻ ഞങ്ങൾക്കു ദൈവം കരുത്തേകിടട്ടെ. എന്നും എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചിടുന്നു, എന്നും എന്നും. താങ്ക് യു മിസ്. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താണോ? അതെ മിസ്, ആൻസി ഒറ്റക്ക് എഴുതിയതാ. അതെ മിസ്. വെരി ഗുഡ്. ഓക്കെ, ഇനി എന്താ എനിത്തിങ് എൽസ്? തോട്ട് ഓഫ് ദി ഡേ പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. സൗണ്ട് ഇല്ല, കാലാവസ്ഥയിലൊക്കെ ആയിട്ട് സൗണ്ട് പോയിട്ടുണ്ട്, ജലദോഷമായിട്ട്. ഏതൊരു കാര്യത്തിലായാലും സ്വന്തമായി ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. എടുക്കുന്ന തീരുമാനങ്ങളിൽ ചാഞ്ചാട്ടമില്ലാതെ ഉറച്ചു നിൽക്കാനും കഴിയണം. ഒരു തീരുമാനം എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കഴിയാത്തവരാണ് പലപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലെ പാവകളായി ജീവിക്കേണ്ടത്. താങ്ക് യു മാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ മാം, ഞാൻ സൈൻ ഇൻ പറയാം. ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ക്ലാസ് ഇഷ മാമിൻ്റെ ക്ലാസ്സാണ്. 2-3 ദിവസം മുമ്പ് ക്ലാസ്സിൽ ഞാൻ കയറിയില്ല. ചെറു പുഞ്ചിരി കൊണ്ട് ഫോട്ടോ നന്നാക്കാമെങ്കിൽ എന്നും പുഞ്ചിരിച്ച ജീവിതം നന്നായേക്കാം. നമുക്ക് ഈ വർഷം എല്ലാവരുടെയും ഫേസിൽ പുഞ്ചിരി മാത്രം നിറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട മാമിനും സ്വാഗതം. ഓക്കെ, ഷൈമയുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണോ ഇത്? ആണെന്ന്. നൈസ് തോട്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ പുതിയ വർഷം, പുതിയ പ്രതീക്ഷകൾ അല്ലെ. ഡിസംബർ മന്ത് ആവുമ്പോൾ ശരിക്കും നമുക്ക് ഡിസംബർ മന്ത് അങ്ങ് കഴിയുമ്പോഴേക്കും വളരെ ഭംഗിയുള്ള, എന്താ പറയാ, വളരെ ലവ്ലി ആയിട്ടുള്ള ഒരു മന്ത് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ തന്നെയാണോ പറഞ്ഞത് എനിക്കറിയില്ല. എല്ലാവർക്കും കോൾഡ് ആണ്, കുട്ടികൾക്കൊക്കെ കഫക്കെട്ടാണ്, കുട്ടികൾക്ക് ചുമയാണ്, എല്ലാവർക്കും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള മാസമാണെന്ന് പറഞ്ഞു, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ. എന്നാലും ഒരു ഡിസംബർ മന്തിനൊരു ഭംഗിയുണ്ട്. ഡിസംബർ തീരുമ്പോ പുതിയ പുതിയ പ്രതീക്ഷകളും കുറെ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ പുതിയ വർഷത്തിലേക്ക് കയറുന്നത്. എല്ലാരോടും പറഞ്ഞതുപോലെ തന്നെ
സാധാരണ എല്ലാവരും ഇങ്ങനെ മെസ്സേജുകൾ അയക്കൂലേ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ വിളിച്ച് വിഷ് ചെയ്യും. ക്ലാസ്സിലാണെങ്കിൽ തന്നെയും പരസ്പരം വിഷ് ചെയ്യും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കയറിയപ്പോ തന്നെ ഡിസംബർ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കണ്ട ക്ലാസ് ആണ്. എല്ലാവരും പരസ്പരം വിഷ് ചെയ്തു. ഓക്കെ, നമ്മൾ സാധാരണ പുതിയ വർഷത്തിൽ വിഷ് ചെയ്യാറുണ്ട്, എല്ലാവർക്കും നന്മയും സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ് ചെയ്യാറുണ്ട് അല്ലെ. ഞാൻ ഈ വർഷം എല്ലാവർക്കും കൊടുത്തൊരു വിഷ് ഇതായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നി ദാറ്റ് വിൽ ബി ബെറ്റർ എന്ന് തോന്നി, മോർ ബെറ്റർ ബാക്കിയുള്ളതിനേക്കാളും. ഇതിനെല്ലാം ഉപരി, അതായത് നമ്മൾ സ്നേഹം, നന്മ, സന്തോഷം, സമാധാനം എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കുന്നവരാൽ നമ്മൾ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടട്ടെ, അങ്ങനെ ഒരു വിഷ് തരാനാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. ഓക്കെ അല്ലെ. ടു ബി ലൗഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും റൈറ്റ്സ് ആണ്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ ആരും ഇഷ്ടപ്പെടാതിരിക്കാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. നമ്മൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്, നമുക്കൊരു കോൺഫിഡൻസ് തന്നെയാണ് അത്. നമ്മുടെ കുട്ടികളുടെ റൈറ്റ്സ് അത് തന്നെയാണ്, ടു ലവ് ആൻഡ് ടു ബി ലൗഡ്. അപ്പോ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് എനിക്കൊരു പോസ്റ്റ് ഇങ്ങനെ വാട്സാപ്പിൽ ഷെയർ ചെയ്തിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ആരോ എഴുതിയത് വളരെ ഭംഗിയായിട്ട് എഴുതിയ ഒരു ചെറിയൊരു കാര്യമാണ്. അതില് മലയാള സിനിമയിലെ 10 കാമുകന്മാരെ കുറിച്ച് ഇതായിരുന്നു ആ ഒരു പോസ്റ്റ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അത് വായിച്ചപ്പോ. അപ്പൊ അതില് ഇപ്പൊ എനിക്ക് ഏതൊക്കെയാന്ന് ഓർമ്മ വരുന്നില്ല, എന്നാലും ഓർമ്മ വരുന്ന ചിലതൊക്കെ ഉണ്ട്. അതായത് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പിലെ സോളമൻ എന്ന കഥാപാത്രം താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ ആ ഒരു വെർജിനിറ്റി അവളുടെ സ്റ്റെപ്പ് ഫാദർ നശിപ്പിച്ചു. അയാളുടെ ഉദ്ദേശം അതായിരുന്നു, അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇവൾ എന്റെ കാൽ കീഴിൽ കിടക്കുമല്ലോ, അവൻ കല്യാണം കഴിച്ച് കൊണ്ടുപോകില്ലല്ലോ എന്ന്. പക്ഷെ എന്നിട്ടും അവളെ സ്വീകരിക്കുന്നു, അതാണ് പ്രണയം എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാമുകന്മാരുടെ കാര്യമുണ്ട്. എനിക്ക് ഞാൻ മറന്നു, എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാനിത് ഞങ്ങള് സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, സ്കൂൾ ഗ്രൂപ്പിലെ കുറച്ച് പേര് ഞങ്ങൾ ഇടയ്ക്ക് ട്രിപ്പ് പോവുക. അപ്പൊ കുറച്ച് പേരുടെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ ഷെയർ ചെയ്തപ്പം അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ടീച്ചർ ക്ലാസ്സിലെ പ്രേമത്തെ കുറിച്ചാണോ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഞാൻ പറയുന്നത്, ടു ലവ് ആൻഡ് ടു ബി ലൗഡ് എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി ചോദിച്ചതാണ്. സ്നേഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നവര് തന്നെയാണ് നമ്മൾ ലോകത്തുള്ളവര് അല്ലെ. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് കഴിഞ്ഞൊരു വർഷം ശരിക്കും എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്തത് 2025 പെട്ടെന്ന് അങ്ങ് പോയ പോലെ തോന്നി. നിങ്ങൾക്കൊക്കെ ആ ഫീൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാപ്പോഴും വർഷങ്ങൾ പെട്ടെന്ന് പോകുന്ന തോന്നുന്നു, പക്ഷെ 2025 പറന്നു പോയത് പോലെയോ അങ്ങനെ എന്തോ തോന്നിയിരുന്നു. ഈ 2025ന്റെ ഫസ്റ്റ് 2 months ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു. വയലൻസ്, മകൻ അച്ഛനെയും അമ്മേനെയും വളരെ ക്രൂരമായി കൊല്ലുന്നു, സെൻസ് അതായിട്ട് മാനസിക നില തകരാറിലായിട്ട്, അയൽവാസി തൊട്ടടുത്ത് താമസിക്കുന്നവരെ, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പലരെയും കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെ നമ്മൾ കേട്ട ഒരു വർഷമായിരുന്നു. ആ 2 വർഷം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അത് കാരണം മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു മാസം തന്നെയാണ്. ഇനിയും നമ്മളുടെ ലൈഫിൽ മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇന്നലെ നൈറ്റിൽ ഞാനിങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടാത്തതും അത് തന്നെയാണ്. അപ്പൊ മാനസിക ആരോഗ്യ സാക്ഷരത തന്നെയാണ് ഇമ്പോർട്ടന്റ്, മെന്റൽ ഹെൽത്ത് ലിറ്ററസി അത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഇന്നലെ രാത്രികളിലാണ് എന്റെ വർക്ക്, സിസ്റ്റത്തിൽ കുറച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ നൈറ്റ് സമയത്ത് അപ്പൊ ഒരു 11:30 ആയപ്പോ എനിക്കൊരു മെസ്സേജ് വന്നു. എന്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ഒരു വോളണ്ടിയറിന്റെ മെസ്സേജ് ആയിരുന്നു. ഞങ്ങളുടെ ആ പ്രോഗ്രാം ഞങ്ങൾ ചെയ്തത് ഹയർ സെക്കൻഡ് മോഡൽ സ്കൂളിൽ, ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും, മോഡൽ സ്കൂൾ ഉണ്ട്, നമ്മുടെ മോഹൻലാലൊക്കെ പഠിച്ച സ്കൂളാണ്. വളരെ വർഷം പഴക്കമുള്ളൊരു സ്കൂളാണ്. കുറേ പ്രഗത്ഭരായ ആൾക്കാരൊക്കെ പഠിച്ചിറങ്ങിയ ബോയ്സ് മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 +2 സ്റ്റുഡൻസിലാണ് ഞങ്ങൾ ആ ഇന്റർവെൻഷൻ നടത്തിയത്. അപ്പൊ അതിലൊരു കുട്ടി ആക്സിഡന്റിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. കാരണം ഈ മോൻ എന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. +2ന്റെ എക്സാം സമയത്ത് ബ്ലെസ്സിങ്സ് ചോദിച്ചുകൊണ്ട് അവൻ മെസ്സേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവന്റെ റിസൾട്ട് വന്നപ്പോ ആ റിസൾട്ട് മുഴുവൻ അവൻ മാത്രമല്ല അവന്റെ ഫാമിലി മൊത്തം എന്നെ കോണ്ടാക്ട് ചെയ്തു. അവന്റെ അമ്മയും ഒരു ചെറിയ അനീതി കുട്ടിയുണ്ട്. നല്ലൊരു ഫിനാൻഷ്യലി ഒക്കെ പൂർ ആണെങ്കിൽ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. മീൻസ് സ്പോർട്സിൽ ഭയങ്കര മിടുക്കനായിരുന്നു. ഹോക്കി പ്ലെയർ ഒക്കെ ആയിരുന്നു. ഒരു ഇഷ്ടം പോലെ ഹോക്കി മത്സരത്തിന് പോയി കപ്പൊക്കെ ആ സ്കൂളിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്.
അപ്പം ഇവൻ ആ സ്പോർട്സിന്റെ ആ ഒരു ഗ്രേസ് മാർക്കിൽ ഇവനൊരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അവിടെ തന്നെ സ്പോർട്സിന്റെ തന്നെ ഇതില് അവൻ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യും. പിന്നെ എന്റെ ചില സ്റ്റാറ്റസ് കാണുമ്പോൾ അതെനിക്ക് ഷെയർ ചെയ്ത് തരണേ മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കണം. അപ്പൊ January 1 അവന് ആക്സിഡന്റ് ഉണ്ടായത്. ഇത്തിരി പ്രശ്നമുള്ള ആക്സിഡന്റ് ആയിരുന്നു. 2 days എന്തോ അവൻ വെന്റിലേറ്ററിലായിരുന്നു. സ്റ്റഡി ഈ ലോസ്റ്റ് അങ്ങനെ മരിച്ചു. അപ്പൊ അതിങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ഇതായിരുന്നു. രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് നമുക്കറിയാം നമുക്ക് തീരാ നഷ്ടങ്ങൾ ഉണ്ടാവും. നമുക്ക് ചില നഷ്ടങ്ങളൊന്നും നികത്താൻ പറ്റില്ല. അപ്പൊ അവന്റെ ഫാമിലിക്ക്, അവന്റെ അമ്മയ്ക്കും അച്ഛനും അനീതിക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ആ ഒരു തരണം ചെയ്യാനുള്ള ഒരു ശക്തി കൊടുക്കണേന്നല്ലാതെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. അങ്ങനെ അപ്പൊ നമ്മളുടെ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന തെലുങ്കാണ് സാർ, നാഗരാജ് സാറും ആയിരുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, രക്ഷാധികാരി. ഞാൻ സാർ ഇപ്പോ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആണ് കേരളത്തിന്റെ. ഞാൻ സാറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചു, സാറ് ഡീറ്റെയിൽസ് ഒന്ന് പറയണേന്ന് പറഞ്ഞു. ശരിക്കും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയില്ല. ഇവൻ ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു. ബൈക്കിൽ വന്നൊരു ഓട്ടോയിൽ തട്ടിയപ്പോ ഇവന് ബാലൻസ് തെറ്റി ഒരു KSRTC ബസ്സിലേക്ക് പോയി ഇടിച്ചു എന്നാണ് കേട്ടു. അല്ലാതെ KSRTC ബസ് റോങ് സൈഡ് വന്നിട്ട് ഇവനെ ഇടിച്ചു എന്നും കേൾക്കുന്നുണ്ട്. ശരിക്കും വ്യക്തമായിട്ടുള്ള അറിവൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ന്യൂസാണ് എനിക്ക് ശരിക്കും ഈ ഒരു ന്യൂ ഇയറിൽ ഫസ്റ്റ് കേൾക്കുന്ന ഒരു വിഷമകരമായ ഒരു ന്യൂസ് അതാണ്. അതുവരെയും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ 2-3 ദിവസങ്ങൾ കടന്നുപോയി എന്ന് തന്നെ പറയും. എന്നാലും ഉള്ളിലൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു, എന്തെങ്കിലും എന്തോ ഒന്ന് എന്നുള്ള രീതിയിൽ. അപ്പൊ കിട്ടിയ ഒരു ന്യൂസ് ഈ മോന്റെ കാര്യം. ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ റോഡിലൂടെ നടക്കാൻ തന്നെ പേടി വരും. ഈവൻ കുഞ്ഞുങ്ങൾ ഈ വണ്ടിയൊക്കെ എടുത്ത് പോകുന്ന കാണുമ്പോൾ തന്നെ പേടി തോന്നും. എന്താ സംഭവിച്ചാണെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. പക്ഷെ അവനെ സംബന്ധിച്ച് അവരുടെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ബൈക്ക് കൊണ്ട് അങ്ങനെ അഭ്യാസ പ്രകടനം നടത്തുന്ന ഒരു കുട്ടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് സംഭവിച്ചത്, പറയാൻ പറ്റില്ല ഒരു സമയം എന്ന് പറയാൻ. അപ്പൊ ആദ്യം കിട്ടിയ ഒരു ന്യൂസ് അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യായിരുന്നു. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയൊക്കെയോ സ്വപ്നങ്ങളിലൂടെയായിരുന്നു. കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുവായിരുന്നു. രാവിലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതെന്താ ഒരു ഷോക്കിങ്. ബട്ട് ലൈഫിന്റെ ഭാഗമായി മാറുന്ന കുറെ കാര്യങ്ങൾ, കുറെ ദുഃഖങ്ങൾ ലൈഫിന്റെ ഭാഗം തന്നെയാണല്ലേ. നമ്മൾക്ക് ഇങ്ങനെ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാനൊക്കെ പറ്റുന്ന ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കുഴിച്ചു മൂടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ അതിങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കും. ഓക്കെ ഫൈൻ, നമ്മൾ ഇവിടെ വരെയായി. ബാക്ക് ടു ക്ലാസ്. യൂണിറ്റ് 6 മാം. യൂണിറ്റ് 6 വെൽനസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ കഴിഞ്ഞിട്ടില്ല അല്ലെ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ഷെയർ ചെയ്തേ കേട്ടോ. പേജ് നമ്പർ എത്രയാ? 23. മിസ്സേ, ഈ പഠിക്കുന്നതില് ജയിച്ചാലും ജയവും തോൽവിയും ഉണ്ടോ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാല്? വേറെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ചോദിച്ചിട്ട് അത് അറിഞ്ഞിട്ട് കോഴ്സ് നിർത്തി പോകുന്ന പ്ലാൻ ഉണ്ടോ? അല്ല, അവര് ചോദിച്ചത്. ഞാനെടുത്ത് മിസ്സിനോട് ചോദിക്കാന്ന് വിചാരിച്ചു. നമുക്ക് എക്സാം ഉണ്ട്, കാരണം ഇതൊരു കോഴ്സ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരുമ്പോ അതിനൊരു ഒതന്റിസിറ്റി വേണ്ടേ? നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ അല്ലേ? അതെ, എന്തായാലും പഠിക്കണല്ലോ, എന്നാലും നമുക്ക് കുട്ടികളോട് അതിനനുസരിച്ച് നമുക്കതിന് ആ പ്രിന്റിംഗ് ചാർജിനേക്കാൾ മുകളിലൊരു വാല്യൂ നമുക്ക് കിട്ടും നമ്മളത് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ എന്തായാലും ഉണ്ട്. നമുക്കൊരു എക്സാം ഉണ്ട്. അപ്പോ അതിനനുസരിച്ച് നമ്മളുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മുടെ മാർക്സ് ഇതുവരെയും അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടി കുട്ടികൾ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റാതെ വന്ന് എക്സാം ഏതെങ്കിലും അറ്റൻഡ് ചെയ്യാതെ വന്ന് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ളൂ. അത് അവർക്ക് സേ എക്സാം പോലെ ഉണ്ടാവും. നെക്സ്റ്റ് ബാച്ച് ഉടനെ തന്നെ വരും, നെക്സ്റ്റ് മന്ത്. അപ്പൊ അവരുടെ കൂടെ എഴുതാം. 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. കുറെ പേരുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റീ എക്സാം നടത്തുള്ളൂ. 1-2 പേരാണെങ്കിൽ ഓരോരോ മാസം ഓരോ ബാച്ചിന്റെ എക്സാംസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഡിലേ ഒന്നും ആവില്ല. അവരുടെ കൂടെ എക്സാം എഴുതിയെടുക്കാം, നോ പ്രോബ്ലം. നമുക്ക്
എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്തതല്ലേ. നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിരിക്കും മെയിൻ എക്സാം. അതിന് മുമ്പ് തന്നെ ഒരു മോഡൽ പോലെ ടേം 1 ടേം 2 2 എക്സാമിനേഷൻസ് ഉണ്ട്. അത് നമുക്കറിയാം നമ്മുടെ സിലബസിൽ മോഡ്യൂൾ 1 4 പാർട്ടായിട്ടാണ് മോഡ്യൂൾ 1 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 ആണ് നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം ടീച്ചേഴ്സ് ആരെങ്കിലും. പാർട്ട് 1 പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം 1 എക്സാമിനേഷൻ ഉണ്ടാകും. അത് നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡൽ എക്സാം ഒക്കെ ചെയ്യുന്ന പോലെ. ആ ടേം 1 എക്സാമിനേഷനിൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 50 ക്വസ്റ്റ്യൻസ്. 50 ക്വസ്റ്റ്യൻസിലെ 40 ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് 1 പാർട്ട് 2 ഉള്ളത് മോഡ്യൂൾ 1. ബാക്കി 10 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡ്യൂൾ 2 ആയ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസറിന് 2 മാർക്കാണ്. അപ്പൊ 100 മാർക്ക് ഔട്ട് ഓഫ് 100 എക്സാമിനേഷൻ. നിങ്ങൾ സാധാരണ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ എക്സാമിനേഷനും. പിന്നെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോക്ക് ടെസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന്റെ സ്കോർ അറിയാൻ പറ്റും. ഇതിന്റെ സ്കോറ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് മാത്രമല്ല മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോയി ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ആരും ചോദിക്കാനൊന്നും വരുമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്തു, നമുക്ക് മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയി, വീണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വീണ്ടും നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം മോക്ക് ടെസ്റ്റ്. പക്ഷെ മെയിൻ ഈ ടേം 1 എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടൈം പറയും, ഒരു ഡേ ഒരു ടൈം പറയുമ്പം ആ കറക്റ്റ് ആ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സ്കോർ അറിയില്ല. സ്കോർ ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോഴാണ് പബ്ലിഷ് ചെയ്യുള്ളൂ. സ്കോർ അറിയാൻ പറ്റില്ല. അപ്പൊ അതിന് നിങ്ങൾക്കൊരു 2 ലിങ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടേം 1 എക്സാമിനേഷൻ, ടേം 2 എക്സാമിനേഷൻ, അതുപോലെ തന്നെയാണ് മെയിൻ എക്സാമിനേഷൻ. 2 ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് എക്സാമിനുള്ള ലിങ്ക്, മോക്ക് ടെസ്റ്റിനൊക്കെ തരുന്ന പോലെ ആ ഗൂഗിൾ ഫോമിലേക്കുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. വേറൊരെണ്ണം എക്സാം ഹാളിന്റെ ഗൂഗിൾ മീറ്റ് ലിങ്ക്. ക്ലാസ് റൂമിൽ കയറാനായിട്ടൊരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇല്ലേ, അതുപോലെ തന്നെ എക്സാമിനൊരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് തരും. ക്ലാസ് റൂം നിങ്ങളെ സംബന്ധിച്ച് ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ആകാം. പിന്നെ ജോയിൻ ആയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ എക്സാം ടൈമിൽ നമ്മൾ വീഡിയോ ഓൺ ചെയ്യണം. അപ്പൊ അതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് പ്രോപ്പർ ആയിരിക്കണം. അതൊക്കെ നിങ്ങൾ നേരത്തെയൊക്കെ നോക്കി വെച്ചിരിക്കണം. പിന്നെ 2 സിസ്റ്റം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും വേണം, ഗൂഗിൾ മീറ്റും വേണമല്ലോ. ഇനി അതില്ലെങ്കിൽ ഇപ്പൊ മൊബൈലിലാണ് നിങ്ങൾ എല്ലാം ചെയ്യുന്നതെങ്കിൽ മൊബൈലിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ ഉണ്ടല്ലോ, അതിലേക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരും. എക്സാമിനുള്ള ഗൂഗിൾ മീറ്റ് ലിങ്ക് അതിന് മുമ്പ് വരും. ആ ഗൂഗിൾ മീറ്റിൽ കയറിയിട്ട് വീഡിയോ ഓൺ ചെയ്ത് ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് വാട്സാപ്പിൽ എന്താ പറയാ എക്സാമിന്റെ ലിങ്ക് വരുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഗൂഗിൾ മീറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഗൂഗിൾ മീറ്റ് മിനിമൈസ് ചെയ്ത് നമ്മുടെ ഫോണിന്റെ റൈറ്റ് സൈഡ് ബോട്ടം കോർണറിൽ വന്ന് കിടക്കും. ഈ ഒരു ഭാഗത്ത് വന്ന് ഇങ്ങനെ കിടന്നോളും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റ ഫോണിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ആ സമയത്ത് കോളൊന്നും വരാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കോളൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആകെ ഒന്ന് ടെൻഷനായി പോകും. അതുകൊണ്ടാണ്. അപ്പൊ കോൾ ഒന്നുമില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് വെക്കോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം. മിസ്സേ ഓക്കെ, ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഒരു ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തോന്നേ. എന്താന്ന് വെച്ചാ നമ്മൾ എക്സാം ചെയ്ത് എക്സാം എഴുതി അതിലപ്പൊ തോറ്റു പോയി കഴിഞ്ഞാൽ എങ്ങനെയാ, സേ ഉണ്ടോ? അങ്ങനെയാണെന്ന് എനിക്കൊരു ഡൗട്ട്. ടേം 1 ടേം 2 എക്സാമിനേഷനിലെ ഫെയിലിയറിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. കാരണം അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചുമ്മാ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിന്റെ റിസൾട്ട് നിങ്ങളുടെ നമുക്ക് സ്വയം നമ്മുടെ ഒരു പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ സബ്ജക്ട് വൈസ് ആണ് അല്ലെ. മോഡ്യൂൾ 1 തന്നെ 6 സബ്ജക്റ്റ് ആണ്, മോഡ്യൂൾ 2 7ാമത്തെ സബ്ജക്ട്. ഇപ്പൊ 7 സബ്ജക്റ്റ് ആയിട്ട് 7 ദിവസമാണ് എക്സാം എഴുതുന്നത്. ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആണ് ആ 7 സബ്ജക്റ്റും ഒരുമിച്ച് തന്നെയാണ് എക്സാം എഴുതുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പേപ്പർ 36% ആണ്, 100ൽ 36 എങ്കിലും വേണം പാസ്സാവാൻ. 100ലും 36 മാർക്ക് വേണം പാസ്സാകാൻ. ഓക്കെ, അപ്പൊ ഈ 36 മാർക്ക് വളരെ ലോ മാർക്കല്ലേ. ഇപ്പൊ മോൾ എക്സാം എഴുതി, അവർക്ക്
100-ല് 70 മാർക്ക് കിട്ടിയില്ലെങ്കിൽ പാസ്സാവില്ല. 66 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ വളരെ ലോ ആണ്. 50% താഴെ. ഇവർക്ക് മോളുടെയൊക്കെ അതിന് 70% വേണം. അവൾക്ക് 86 കിട്ടി ഫസ്റ്റ് സബ്ജക്റ്റിന്. അവളുടെ കൂടെ എഴുതിയ കുട്ടിക്ക് 66 ആയിരുന്നു. എന്തൊരു വിഷമായി പോയി. കാരണം 4 മാർക്കിനാണ് കുട്ടി ഫെയിൽ ആയത്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് അടുത്ത മന്ത് അടുത്ത ബാച്ചിന്റെ കൂടെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഏത് മന്ത് എപ്പോഴാണോ പറ്റുക അപ്പോൾ എഴുതാം. അവർക്കൊക്കെ ഒരു പ്രാവശ്യം ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസങ്ങൾ കഴിയാതെ എഴുതാൻ പറ്റില്ല. എത്രയോ 1 മന്തോ 2 മന്തോ ഒന്നും കഴിയാതെ അവർക്ക് അത് വീണ്ടും അപ്പിയർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ടൈം പോയിക്കൊണ്ടേയിരിക്കില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാം. അപ്പൊ ആ ഫെയിലായ സബ്ജക്റ്റ് മാത്രം എഴുതാം. അങ്ങനത്തെ ചാൻസസ് വളരെ കുറവാണ് കേട്ടോ. അത് അത്രയും ഒട്ടും പഠിക്കാൻ പറ്റാതെ എക്സാം എഴുതാൻ പറ്റാതെ അങ്ങനെ വന്നവർക്കൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ലാതെ വേറെ ആർക്കും അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചിലർക്ക് ആ ഒരു ഡേറ്റ് ടൈമിൽ പറ്റില്ല എന്ന് എന്തെങ്കിലുമൊക്കെ ജെന്യുവൻ റീസൺ കൊണ്ട് ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവര് അങ്ങനെ അവർക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ എഴുതാനായിട്ട്. അപ്പൊ ചിലപ്പോ അവര് ഡെലിവറിക്ക് മുമ്പുള്ള 2-3 എഴുതിയിട്ടുണ്ടാവും. ആ സമയത്ത് അവർ എഴുതാതെ അറ്റൻഡ് ചെയ്യാതിരുന്നു. അങ്ങനെയൊക്കെ വരുന്നവർ അടുത്ത ബാച്ചിന്റെ കൂടെ എഴുതിയെടുക്കാറുണ്ട്. അതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. എന്തോ ഒരു എക്സാം ഫീ എന്തോ എക്സ്ട്രാ അടയ്ക്കണം തോന്നുന്നു. നമ്മൾ 7 സബ്ജക്ട് പറഞ്ഞില്ലേ മാം മൊഡ്യൂൾ 1-ല്? മൊഡ്യൂൾ 2-ല് മൊഡ്യൂൾ 6 സബ്ജക്ട്. ഈ 6 സബ്ജക്ട് എന്നുള്ളത് ഇപ്പൊ മാം ഇങ്ങനെ അതായത് ഇപ്പൊ നമ്മള് ഈ ചാപ്റ്ററിൽ അതായത് ജിഷ മാം എടുക്കുന്നതും പിന്നെ സൈക്കോളജി അതിന് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 4 ഇതല്ലേ വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാ സബ്ജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? 4 എങ്ങനെയാ തന്നിട്ടില്ലേ നിങ്ങൾക്ക്? അതിന്റെ ഒരു PDF തന്നിട്ടുണ്ടല്ലോ, ക്ലാസ് റൂമിൽ വന്നിട്ടില്ലേ? ആ സ്പ്ലിറ്റ് അപ്പ് വന്നിട്ടില്ലേ സബ്ജക്റ്റിന്റെ? അതാണ്. അങ്ങനെയാണോ 7 സബ്ജക്ട് എന്ന് പറയുന്നത്? അങ്ങനെയാണ് 7 സബ്ജക്ട്. അല്ല, ഞാൻ മൊഡ്യൂൾ 1-ന്റെ ടെസ്റ്റ് എടുത്തിട്ട് നോക്കിയതാണ്. 7 സബ്ജക്ട് പറഞ്ഞപ്പോ അത് എങ്ങനെയാണെന്ന് അറിയാൻ. അതില് മോഡ്യൂളും യൂണിറ്റ്സും ആയിട്ടല്ലേ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സാം കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് സബ്ജക്ട് വൈസ് അല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് എനിക്കറിയാം. അപ്പൊ യൂണിറ്റും പാർട്സും ഒക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. യൂണിറ്റും പാർട്സ് ആണ്. അപ്പൊ മോഡ്യൂൾ 1-ല് തന്നെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളുടെ ആദ്യത്തെ സബ്ജക്ട്. സെക്കൻഡ് പാർട്ടിനെ 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സബ്ജക്റ്റ് ആയി. തേർഡ് പാർട്ടിനെ 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 സബ്ജക്റ്റ് ആയി. ഇനി 4th പാർട്ട്, ലാസ്റ്റ് പാർട്ട് മോഡ്യൂൾ 1-ലെ അത് 6ാമത്തെ സബ്ജക്ട്. പിന്നെ മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ് 7ാമത്തെ സബ്ജക്ട്. ഒരുമിച്ച് അത് 8 സബ്ജക്റ്റ് ആയിട്ടാണ് ഇംഗ്ലീഷ്. അങ്ങനെയാണ്. പിന്നെ PG-കാർക്ക് 2 സബ്ജക്ട് എക്സ്ട്രാ ഉണ്ട്. മോഡ്യൂൾ 4-ഉം മോഡ്യൂൾ 5-ഉം 2 സബ്ജക്റ്റ് ആയിട്ട് PG-കാർക്ക്. ഓക്കെ, എക്സാമിന്റെ ഡൗട്ട്. പാർട്ട് 1-ന്റെ എക്സാം അല്ല, പാർട്ട് 1 ടേം 1-ന്റെ എക്സാം പാർട്ട് 1-ഉം പാർട്ട് 2-ഉം കഴിയുമ്പോഴാണ് ടേം 1 എക്സാമിനേഷൻ. അതുപോലെ നമ്മുടെ മൊഡ്യൂളിന്റെ ഫസ്റ്റ് ടെസ്റ്റ് അല്ലേ മൊത്തം കഴിയുമ്പോൾ? ഫസ്റ്റ് മുഴുവൻ കഴിയുമ്പോഴല്ല, മോഡ്യൂൾ 1-ലെ 1-ഉം 2-ഉം കഴിയുമ്പോൾ, പാർട്ട് 1-ഉം പാർട്ട് 2-ഉം കഴിയുമ്പോൾ ആദ്യത്തെ ടേം 1 എക്സാമിനേഷൻ വരും. 3-ഉം 4-ഉം കഴിയുമ്പോൾ ടേം 2 എക്സാമിനേഷൻ വരും. ടേം 2 എക്സാമിനേഷൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സ്റ്റഡി ലീവ് തന്നിട്ടാണ് മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്ട് വൈസ്. ഈ മെയിൻ എക്സാമിനാണ് 7 എക്സാം നമുക്ക് ദിവസം ഓരോന്നര വെച്ചിട്ട്. അത് ആ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടാണ് മിസ്സേ ട്രെയിനിങ്ങിന് പോവാനുള്ളത്? അങ്ങനെയില്ല. നിങ്ങൾക്ക് പാർട്ട് 3 ഇല്ലേ, മോഡ്യൂൾ 1-ലെ പാർട്ട് 3 എടുക്കുമ്പോ തന്നെ അതിന് പാരലൽ ആയിട്ട് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയാൽ വളരെ നന്നായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, പാർട്ട് 3-ലാണ് നമ്മൾ മോണ്ടിസോറി തിയറി, മെത്തേഡ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്കത് പോയിട്ട് സ്കൂളുകളിൽ അപ്ലൈ ചെയ്യാലോ. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ ആ ഒരു പോർഷൻ ആകുമ്പോൾ പോകുന്നതാണ് നല്ലത്. ഇനി ചിലർക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ. നമ്മളിത് ഭയങ്കരമായിട്ട് മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. ബട്ട് ടീച്ചിങ് പ്രാക്ടീസ് പോവുക എന്നുള്ളത് നമ്മളുടെ ഈ ഒരു കോഴ്സിനെ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവര് അവരങ്ങനെ പ്രത്യേകിച്ച് ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോകണം എന്നില്ല. അവർക്ക് ഈ മെത്തേഡ് അവർ പഠിപ്പിക്കുന്നതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു കുട്ടി +1 +2 ഹൈസ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറായിരുന്നു.
അപ്പൊ ആ സെയിം സ്കൂളിൽ തന്നെ KG സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട് പെർമിഷൻ വാങ്ങിയിട്ട് ഫ്രീ ആയിരിക്കുന്ന ടൈമിലൊക്കെ അവിടെ പോയി ഇരിക്കുമായിരുന്നു. എന്നിട്ട് അവർക്ക് ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാം. യെസ്, ഒരു ഡൗട്ട് മിസ്സേ, നമ്മുടെ നമുക്ക് ഈ ലെറ്റർ അവിടെ തരുമോ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതായത് നമ്മളിപ്പോ ഒരു സ്കൂളിൽ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ മോണ്ടിസോറി ചെയ്യേണ്ടി കൊണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് ക്ലാസ് റൂമിൽ അങ്ങനെ എന്തെങ്കിലും തരുമോ? ഒരു മിനിറ്റ് ടൈം ഞാൻ തന്നെ പറയാം. അൻസി അതിന് മുമ്പ് എന്താ ചോദിക്കണ്ടായിരുന്നു? എന്താണ് അൻസി? മിസ്സേ, നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സ്കൂളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് തരുമോ? അങ്ങനെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കിട്ടുമോ നമുക്ക്? ഓക്കെ, പറയാം. അപ്പൊ അങ്ങനെ കിട്ടുന്നതിന് മുമ്പ്, നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യം പറയുന്നതായിരിക്കും നല്ലത്. ഷൈന ചോദിച്ചത്, അതായത് നിങ്ങൾക്കിപ്പോ നിങ്ങൾ കണ്ടുപിടിക്കുവാണ് ഒരു സ്കൂളില് എനിക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ ചിലരുടെ മക്കള് പഠിക്കുന്ന സ്കൂളായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സ്കൂള് സെലക്ട് ചെയ്യുമ്പോൾ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. നമ്മളുടെ ഒരു ഗ്രോത്ത്, നമുക്ക് അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്ന് തോന്നുന്ന ഒരു സ്കൂൾ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളുടെ ബയോഡേറ്റയില്, നമ്മളുടെ പ്രൊഫൈലില് ഞാൻ ഈ സ്കൂളിൽ ഇത്ര നാൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല വാലിഡ്, നല്ലൊരു വാല്യൂ നമുക്ക് തരും. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ സ്കൂളിലാണോ ചെയ്തേ, അങ്ങനെ ഒരു ഇത് തോന്നുമ്പോൾ അവർക്കത്. പിന്നെ ആ സ്കൂളിൽ തന്നെ, നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സ്കൂളിൽ തന്നെ വേക്കൻസീസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവര് നമ്മളെ ഒന്ന് അറിയുമല്ലോ. അപ്പൊ അവര് ചിലപ്പോ പറയും കണ്ടിന്യൂ ചെയ്തോളൂ. ചിലപ്പോൾ റിസൾട്ട് വരണമെന്നൊന്നും അവർക്കുണ്ടാവില്ല. ഞാൻ പോയ സ്കൂളിൽ എങ്ങനെയായിരുന്നു, പലരും നമ്മുടെ പല ബാച്ചിലെ കുട്ടികളും അങ്ങനെയായിരുന്നു. അവര് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതിനിപ്പോ അവര് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യും, പേയ്മെന്റ് ഒക്കെ കൊടുത്തു, സാലറീഡ് ആയിട്ട്. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൊടുത്താൽ മതി. അങ്ങനെയുള്ള രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ളത്, ഏറ്റവും അടുത്ത് നമുക്ക് യാത്ര ഒക്കെ ചെയ്യാം. കാരണം യാത്രാ ചെലവും നമുക്ക് കിട്ടുന്ന പേയ്മെന്റും കൂടെ നമുക്ക് ഒട്ടും കോമ്പാക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ പാടായിരിക്കും. കാരണം കിട്ടുന്ന മുഴുവനും ട്രാവലിങ്ങിന് ചെലവായി പോകരുതല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് സ്കൂളുകൾ സെലക്ട് ചെയ്യാം. പിന്നെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ലെറ്റർ തരും. ആദ്യം നിങ്ങൾ ആ സ്കൂളിൽ പോയി അന്വേഷിക്കണം, ഞാൻ ഇങ്ങനെ പഠിക്കുവാണ്, എനിക്കിങ്ങനെ ഇതിന്റെ ഭാഗമായിട്ടൊരു ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള പെർമിഷൻ ഇവിടെ കിട്ടുമോ എന്നുള്ളതായിട്ട് ചോദിക്കണം. അവർ ഓക്കെ പറയുവാണെങ്കിൽ ആ സ്കൂളിന്റെ അഡ്രസ്സ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്മാർട്ട് സ്ട്രീന്ന് ഒരു റിക്വസ്റ്റ് ലെറ്റർ തരും. അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ഇവരെവിടെ പെർമിറ്റ് ചെയ്യണം, ആ രീതിയിലൊരു റിക്വസ്റ്റ് ലെറ്റർ തരും. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്കൊരു അറ്റൻഡൻസ് ഷീറ്റും തരും. നിങ്ങൾ അവിടെ ചെല്ലുന്ന ദിവസങ്ങളിൽ അറ്റൻഡൻസും മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് അവിടുത്തെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഇനീഷ്യൽ ചെയ്യിക്കണം. പിന്നെ ഒരു ഗ്രേഡിംഗ് ഷീറ്റും തരും. നമ്മളുടെ കുറെ ഏരിയാസ്, നമ്മുടെ പെർഫോമൻസ്, നമ്മളുടെ പങ്ക്ച്വാലിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു 10-12 കണ്ട ഒരു നമ്മളുടെ കുറെ ഏരിയ, പേഴ്സണൽ ഏരിയയില് നമ്മളുടെ പെർഫോമൻസ്, അത് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് തരും. 10-ലോ ആ മാർക്ക് ഇട്ട് തരും. അവരത് സൈൻ ആൻഡ് സീൽ ചെയ്ത് തരും. ചില സ്കൂളുകാര് ഈ ദിവസം തുടങ്ങി ഈ ദിവസം വരെ ഈ ഒരു പീരീഡില് ഇവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, ഹെയർ ക്യാരക്ടർ ആൻഡ് കോൺടാക്ട് ആർ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പോലെ ചില സ്കൂളുകാർ തരും. അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നോക്കണം. അത് പല സ്കൂളുകളിൽ നിന്നും കിട്ടാറുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് മാത്രമാണ് അത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാനിപ്പോ അറിഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റ് സ്കൂളുകൾക്ക് അവരുടെ കുറെ റൂൾസ് നോക്കിയിട്ടൊക്കെയല്ലേ പല കാര്യങ്ങളും ചെയ്യുന്നത്. അവരൊരിക്കലും അവരുടെ ലെറ്റർ ഹെഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തരില്ല. അവര് ലെറ്റർ ഹെഡ് അങ്ങനെയുള്ളതിനൊന്നും ഉപയോഗിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ നൂലാമാലകളൊക്കെ ഉണ്ട്. ഇനി ചില കുട്ടികൾക്ക് സർവീസ് മനോഭാവം, അങ്ങനെയായിട്ട് കുട്ടികള് ഗവൺമെന്റ് സ്കൂളിൽ ചിലപ്പോൾ അവിടെ ടീച്ചർമാരുടെ കുറവുണ്ടാകും, അവരെ സഹായിക്കാനുള്ള രീതിയിൽ അങ്ങനെ പോയി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവരെ സഹായിക്കാം, അങ്ങനെ പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ബഡ് സ്കൂള് നിങ്ങൾക്ക് അറിയാലോ എന്താണ്? സ്പെഷ്യൽ സ്കൂൾ അല്ലെ, ഗവൺമെന്റിന്റെ ഇതിലുള്ള സ്പെഷ്യൽ സ്കൂൾ പോലത്തെ. അവിടുത്തെ കുട്ടികളെ അവിടെ ഒരു സർവീസ് മനോഭാവം ആ ഒരു രീതിയിലും പോയിട്ടുള്ള ട്രെയിനീസ് ഉണ്ട്. ചില ട്രെയിനീസ് 2 സ്കൂളിലും പോയിട്ടുണ്ട്. ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ സെലക്ട് ചെയ്ത് അവിടെ എത്ര പീരീഡ് ചെയ്തിട്ട് ബഡ് സ്കൂളിൽ പോയി ബാക്കിയുള്ള സമയം സപ്പോർട്ട് ചെയ്തവരുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
ഇനി ഈ പറയുന്ന റിക്വസ്റ്റ് ലെറ്റർ, ഗ്രേഡിംഗ് ഷീറ്റ്, അറ്റൻഡൻസ് ഷീറ്റ്, ഇതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൺസേൺ PROനെ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾ പോവാറാവും. അതിന്റെ സോഫ്റ്റ് കോപ്പി അവർ അയച്ചു തരും. നിങ്ങളത് പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. എന്തോ PG കാണോ മുൻഗണന ഇതിന്? ഈ ടീച്ചേഴ്സിന്റെ SSLC അല്ലേ? ഞാനൊക്കെ SSLC ആണ്. അപ്പൊ അത് അറിയാൻ PGക്കാണോ ജോലി കിട്ടാനോ? ജോലി കിട്ടാൻ PGക്ക് ഡിപ്ലോമയ്ക്കും അല്ല മുൻഗണന എന്ന് ഞാൻ പറയും. നമ്മളുടെ ആറ്റിറ്റ്യൂഡിനാണ്, നമ്മളുടെ ഒരു പെർഫോമൻസ് അനുസരിച്ച് തന്നെയാണ്. മോണ്ടിസോറിക്ക് പ്രത്യേകിച്ചും മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് അറിയാത്തവര് ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കി പോവുമായിരിക്കും. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്നവര് ആളുടെ പെർഫോമൻസ് കണ്ടിട്ടേ എടുക്കുള്ളൂ. PG ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു എന്താ പറയാ, ഒരു സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും നമ്മുടെ ഒരു ലൈസൻസ് തന്നെയാണ്. യു ക്യാൻ സ്റ്റാർട്ട് സ്കൂൾ, നോ പ്രോബ്ലം. ഓക്കെ, ഇപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വേറെ ഡൗട്ട്സ് ഉണ്ടോ? ഇമ്പോർട്ടൻസ് ഒന്ന് പറയാവോ? ഏതിന്റെ ഇമ്പോർട്ടന്റ്? PGയുടെ ഇമ്പോർട്ടൻസ്. PGയിൽ ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കുന്നത് PGയുടെ കണ്ടന്റ്സിലാണ്. അതിൽ എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് എങ്ങനെയാണ്, പിന്നെ സൊസൈറ്റി ആയിട്ടും കമ്മ്യൂണിറ്റിയുമായിട്ടും പാരന്റ്സ്, അങ്ങനെ അതർ ഔട്ട്സൈഡ് സ്കൂളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സൈഡാണ്. അത് എങ്ങനെ നമുക്കൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്കൂള് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് PGയിലെ കണ്ടന്റ്സ് വരുന്നത്. അപ്പൊ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് പറ്റിയതാണ് PG കോഴ്സ്. അതും കൂടെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ അതോർത്ത് ടെൻഷനൊന്നും വേണ്ട. ഡിപ്ലോമക്കാർക്കും അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഞാനൊരു അസൈൻമെന്റ് തരുന്നുണ്ട്. ഒരു 10 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു അസൈൻമെന്റ് ആണ്. ആ അസൈൻമെന്റ് നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും, എങ്ങനെ നമ്മളൊരു പ്രീ സ്കൂൾ ടീച്ചർ ആയിരിക്കണം. ഒരു പ്രീ സ്കൂൾ ടീച്ചർ ആയിരിക്കാൻ എനിക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു സ്കൂൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, സ്കൂളിലെ ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ 10 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമുക്ക് റെഫറൻസിനായിട്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മൾക്ക് പേഴ്സണലി അറിയാവുന്ന, നമ്മളെ പഠിപ്പിച്ചതോ നമ്മുടെ മക്കളെ പഠിപ്പിച്ചതോ ആയിട്ടുള്ള ടീച്ചർമാരെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് അത് നമ്മൾ എഴുതി വയ്ക്കും. ഇതൊക്കെ നമുക്കൊരു ഹെൽപ്പാണ്. അപ്പൊ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഒരു അസൈൻമെന്റ് ഇസ് തന്നെ അതിനെപ്പറ്റി നല്ലപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, കോപ്പി ചെയ്തൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് തലേ വരില്ല. നമ്മൾ എഫേർട്ട് എടുത്തത് ആ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ നോ വറി അബൌട്ട് ദാറ്റ്. PGയുടെ സർട്ടിഫിക്കറ്റ് മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഒരു നിങ്ങളിപ്പോ പുറത്ത് ഒരു സ്കൂളിൽ പോകുമ്പോൾ, സ്വന്തമായിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്ക് അവനവന്റെ പൊട്ടൻഷ്യൽ അറിയാലോ, ആരെയും നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വേറൊരു സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ അതർ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ അതർ അച്ചീവ്മെന്റ്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം മാറ്റേഴ്സ്. അതുകൊണ്ടാണ് എപ്പോഴും എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ ആയി മാറുന്നത്. പലപ്പോഴും ചില കമ്പനീസ് ഒക്കെ, കമ്പനികൾ, ഞാൻ സ്കൂളല്ല ഉദ്ദേശിച്ചത്, ചില ഓർഗനൈസേഷനൊക്കെ കുട്ടികളുടെ 10th 12th അവരിപ്പോ ഗ്രാജുവേഷൻ ആ ഒരു ക്വാളിഫിക്കേഷനിലാണ് ആ ജോബിന് ട്രൈ ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിനും 80% അതിന്റെ അബോവ് മാർക്കുള്ള അവരെ എടുക്കുള്ളൂ. അത് ആ ഒരു കമ്പനിയുടെ ഒരു ക്രൈറ്റീരിയ. അതുകൊണ്ട് നമ്മൾ പോകുന്ന സ്കൂള് എങ്ങനെ നമ്മളെ വിലയിരുത്തും, എങ്ങനെ നമ്മളെ അവര് സ്കെയിൽ ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ മാനേജ്മെന്റ് ആൻഡ് അതർ സ്റ്റാഫ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എനിക്ക് PG ഉണ്ട് അതുകൊണ്ട് എനിക്ക് അത് കിട്ടൂ, അല്ലെങ്കിൽ എനിക്ക് ഡിപ്ലോമ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് കിട്ടാതിരിക്കൂ, അങ്ങനെ നമുക്ക് പറയാം. നമ്മുടെ പല ബാച്ചുകളിലും 40+ ഒക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ജോബ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു കരിയർ ബ്രേക്ക് വന്നു, എക്സ്പീരിയൻസ് ഇല്ല, എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ 43 ഉള്ള ഒരു ഏജ് ഉള്ളൊരു കുട്ടി ലേമർ എന്ന് പറഞ്ഞൊരു സ്കൂൾ ഇവിടെ തൃപ്രയാറുള്ളതാണ്. അവിടെ അതിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല ആൾക്ക്.
അവൾക്കൊരു എക്സ്പീരിയൻസും ഇല്ല. ആകെ ചെയ്ത കാര്യം ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യാം ലൈഫില്. ഇന്റർവ്യൂവിന് പോവാ. ലേമേഴ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലുലുവിന്റെ ഫൗണ്ടർ ഉണ്ടല്ലോ, യൂസഫലിയുടെ സ്കൂളാണിത്. +2 വരെ ഉണ്ട്. KG സെഷനിലേക്ക് ഇന്റർവ്യൂവിന് പോവാണ്. ഷീ ഗോട്ട് സെലക്ടഡ്. എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് റൂമിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, എല്ലാം പിറക്കി കൊണ്ടുപോയി. വലിയ 2 ബിഗ് ഷോപ്പറിലെല്ലാമായിട്ട് പോയി. ചെയ്ത റെക്കോർഡുകൾ, അസൈൻമെന്റ് എല്ലാമായിട്ട് പോയി. അപ്പൊ അതിനകത്ത് ഈ സോക്സ് വെച്ചിട്ട് സ്നേക്കിനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ അവരെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുണ്ടായിരുന്നു. ഇതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ അവർ പറഞ്ഞു. കാരണം അവർക്കറിയാം മോണ്ടിസോറി മെത്തേഡ്. അതുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചൊക്കെ നോക്കി. എന്നിട്ട് ആ സ്നേക്ക് കണ്ടപ്പോ അവര് ചോദിച്ചു, അവര് പറഞ്ഞു ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞു. ആ പ്രോപ്പർട്ടി വെച്ചിട്ട്, ആ സ്നേക്കിനെ വെച്ചിട്ട്. ആ നിമിഷം, നിമിഷ കഥ എന്നൊക്കെ പറയണ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഒരു സ്റ്റോറി അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ആ കുട്ടിയെ എടുത്തു. എന്നിട്ട് അവിടെ ഒരാള് ഇത് ഇന്റർവ്യൂ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ആ ഷൂട്ട് ചെയ്ത പയ്യൻ പറഞ്ഞു, എന്നിട്ട് വന്നു, മാം നന്നായിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു. ലൈഫിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമുക്കൊരാളെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് കിട്ടിയാൽ മാത്രമേ എനിക്ക് ജോലി, അങ്ങനെയല്ല, നമ്മളുടെ പെർഫോമൻസ് തന്നെയാണ്. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് അതൊരു പ്രോബ്ലമേ വരില്ല നമ്മളുടെ ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം പല കുട്ടികൾക്കും ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ അവർ ആദ്യം പഠിച്ചു. അവരുടെ സെക്കൻഡറി മാറ്റർ ആയിരുന്നു ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അവർക്ക് ആ പ്ലാറ്റ്ഫോമിൽ പോകാൻ ടെൻഷൻ ഇല്ലാതെ വന്നു. അങ്ങനെയൊന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. നിങ്ങളോട് പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് ചാറ്റില് കുറച്ച് മെസ്സേജ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ KG ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. SKPS കടുത്തുരുത്തി സ്കൂളിൽ കഴിഞ്ഞ വർഷം. അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ഇനിയും പോകണോ? മീൻസ് പ്രൈവറ്റ് സ്കൂളിലല്ലേ വർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് പ്രൈവറ്റ് സ്കൂൾ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ജോബായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഡെഫിനറ്റ്ലി പ്രൈവറ്റ് സ്കൂൾ തന്നെയാണ് നല്ലത്. കാരണം ഗവൺമെന്റ് സ്കൂളില് ലീവ് വേക്കൻസി, പിന്നെ ഭയങ്കരമായ അവർക്ക് കുറെ കാര്യങ്ങളുണ്ടാവും. ഇന്റർവ്യൂ ഒക്കെ നടത്തി. പ്രൈവറ്റ് സ്കൂളുകാരൊക്കെ ചിലപ്പോ നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ പോരെ എന്നങ്ങ് പറയും. ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ടീച്ചിങ് പ്രാക്ടീസിന് പോണോ വേണ്ടയോ എന്നൊന്നും ഞാൻ മാൻഡേറ്ററി ആയിട്ട് പറയില്ല. ബട്ട് നമ്മൾ മോണ്ടിസോറി പഠിച്ചിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ദാറ്റ് ഇസ് ഡിഫറെന്റ്. ടൈം ഉണ്ടെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ട്യൂഷനിൽ അപ്ലൈ ചെയ്ത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ട്യൂഷൻ വരാൻ മിക്കപ്പോഴും കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പാരന്റ്സിന്റെ പ്രഷർ കാരണമായിരിക്കും പിള്ളേര് ട്യൂഷൻ വരുന്നത്, അല്ലെ? കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ ഉദ്ദേശം. ട്യൂഷൻ പഠിപ്പിക്കുന്നവരുടെ ഉദ്ദേശം കുട്ടികൾക്ക് കൂടുതൽ, കാരണം നമ്മൾ ഫീസ് വാങ്ങുക അവരുടെ നിന്ന്, കുട്ടികൾക്ക് കൂടുതൽ കുറെ അങ്ങ് പഠിപ്പിച്ച് മാർക്ക് കൂടുതൽ വാങ്ങിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. വേറൊന്നും നമുക്ക് ഇവിടെ ചെയ്യാനില്ല. പക്ഷെ മോണ്ടിസോറി മെത്തേഡിലൂടെ ട്യൂഷൻ എടുത്ത പലരും ഉണ്ട് ഈ മെത്തേഡ് മനസ്സിലാക്കിയിട്ട്. അപ്പൊ എന്ത് പറ്റി? ക്ലൈമറ്റേ മാറി. കുട്ടികൾക്ക് ഇഷ്ടമായി ട്യൂഷന് വരാൻ. കാരണം സ്കൂളിലും പോകുന്നുണ്ട്, ട്യൂഷനും വരാൻ ഇഷ്ടപ്പെടാതിരുന്ന കുട്ടികള് ട്യൂഷന് വരാൻ ഇഷ്ടമായി. പാരന്റ്സിന് ഭയങ്കര സന്തോഷമായി. കുട്ടിയുടെ പെർഫോമൻസിലും വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി, ടീച്ചർക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഒരു ക്ലൈമറ്റായി മാറും ട്യൂഷൻ ക്ലാസ്സിൽ. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. പ്രാക്ടീസിന് വേണമെങ്കിൽ പോവാം, ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾക്ക് മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്യുക, അതാണ് നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 3 ആകുമ്പോൾ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകാനായിട്ട് ആപ്റ്റ് ടൈം അതാണെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ആപ്റ്റ് ടൈം നോക്കുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ നോക്കണം. നമ്മൾ ചെല്ലുമ്പോൾ സ്കൂളില് വല്ല പരീക്ഷ ടൈം ആണെങ്കിൽ നമുക്ക് എക്സാം ഡ്യൂട്ടി മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആനുവൽ ഡേയുടെ ടൈം ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ എക്സ്ട്രാ വർക്ക് അവർ തരും. ക്ലാസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഒരു മാസത്തിൽ ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ആയിരിക്കും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യാനായിട്ട്. പിന്നെ സ്കൂള് തുറന്ന ഉടനെ ചെല്ലരുത്. KG ആണ് എടുക്കുന്നതെങ്കിൽ കുട്ടികളെല്ലാം വെക്കേഷനൊക്കെ കഴിഞ്ഞ് പാരച്ചിരിപ്പകളൊക്കെ ആയിരിക്കും. LKG പിള്ളേരൊക്കെ ആകുമ്പോഴേക്കും അവരൊന്ന് സെറ്റിൽ ആകണം. അതിനുള്ളൊരു ടൈം കൊടുത്തിട്ട് നമ്മളവിടെ ടീച്ചിങ് പ്രാക്ടീസിന് ചെല്ലാൻ പാടും. കാരണം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആയി പോകും. അവരൊന്ന് സെറ്റിലായി ക്ലാസ്സുമായിട്ടൊക്കെ മേർജ് ആയി കഴിയുമ്പോൾ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം.
റെക്കോർഡ് ക്ലാസ് ആണ് കേൾക്കുന്നത്. റെക്കോർഡ് ക്ലാസ് കേട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോവാൻ പറ്റുമോ? പിന്നെന്താ, റെക്കോർഡ് ക്ലാസ് ഒന്ന് പ്രോപ്പർ ആയിട്ടൊന്ന് ഫോളോ ചെയ്താൽ മതി. റെക്കോർഡ് ക്ലാസ് പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് വരില്ലല്ലോ. നമ്മള് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ഉള്ളിലത്തെ ഒരു പേടിയെല്ലാം പോവുള്ളൂ. അപ്പോ പക്ഷേ ശ്രീഷ്മ അതോർത്ത് ടെൻഷൻ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ തുടക്കത്തിൽ കുറെ റെക്കോർഡ് ക്ലാസ് കേട്ടത് കൊണ്ടായിരിക്കാം ശ്രീഷ്മയ്ക്ക് ഇങ്ങനെ തോന്നുന്നത്. ലൈവ് ക്ലാസ് ശരിയാണ്, ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല, റെക്കോർഡ് ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ കുട്ടികൾ ഒക്കെ ആണ്, കുറെ പേരാണ്. ജസ്റ്റ് ക്ലാസ്സിലുള്ളവരുമായിട്ടൊന്ന് ടച്ചിലിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് ചിലപ്പോ അവരിൽ നിന്നേ നമുക്ക് കിട്ടുള്ളൂ. ക്ലാസ് എപ്പോഴും ചിലപ്പോ അങ്ങനെ സ്കിപ്പായി പോയാലോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ, അപ്പൊ അതോർത്ത് നോ ടെൻഷൻ പ്രോബ്ലം. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അങ്ങനെ എന്തെങ്കിലും സംശയം വരുമ്പോ. സ്റ്റെഫി സ്റ്റെഫിയുടെ ജഗത് സാറ് പറഞ്ഞു ടീച്ചിങ് പ്രാക്ടീസിന് പോകണ്ട. നമ്മൾ നിർബന്ധിച്ചിട്ടില്ല ആരെയും ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾ പോകണമെന്ന്. ബട്ട് നമ്മൾക്ക് വേറൊരു ജോബ് പോലെയല്ലല്ലോ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ കോൺഫിഡൻസ് ഒന്ന് കൂടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് തീരുമാനിക്കാം പോണോ വേണ്ടിയോ എന്നുള്ളത്. ഈവൻറ്റോ നമ്മളുടെ പ്രാക്ടിക്കൽ സെഷനിലെ ടീച്ചിങ് പ്രാക്ടീസിന് ഒരു 50 മാർക്ക് ഉണ്ട്. പേടിക്കണ്ട, പോയാലും പോയില്ലെങ്കിലും ആ 50 മാർക്സ് ഇപ്പൊ പോയവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി ആ എക്സ്പീരിയൻസസും എല്ലാം ഷെയർ ചെയ്യും, ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. പോകാത്തവരെ കൊണ്ട് ജസ്റ്റ് ആ വൈവേയുടെ ടൈമിൽ ഒരു മോക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഒന്ന് ചെയ്യിച്ചു നോക്കും. നിങ്ങളൊരു ടീച്ചർ ആയാൽ എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് കാണും. കാരണം മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ മാർക്ക് ഇടണമല്ലോ. അതിന് നിങ്ങളെ കൊണ്ട് എന്തായാലും ആ വൈവ ടൈമിൽ ചെയ്യിക്കും. പുറത്തുള്ളവർക്ക് ഗൾഫ് കൺട്രീസിലൊന്നും ഇത് പെർമിറ്റ് ചെയ്യാറില്ല ടീച്ചിങ് പ്രാക്ടീസ്. നമ്മുടെ നാട്ടിലാണ് ടീച്ചിങ് പ്രാക്ടീസ് പറ്റാറുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു മാൻഡേറ്ററി ആയിട്ട് പറയാത്തത്. ബട്ട് നമുക്ക് അതിനൊരു ചാൻസ് കിട്ടിയാൽ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ മക്കളിലെങ്കിലും ആ ഒരു മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. മനസ്സിലാകും അതിന്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇനി ഡൗട്ട്സ്? ഇനിയിപ്പോ എന്തായാലും ക്ലാസ് എടുക്കാൻ സമയമില്ലല്ലോ. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടാ. ചോദിക്കൂ. ഇന്ന് രാവിലെ സംശയങ്ങൾ ഒരാൾ ചോദിച്ചോളൂ. ഒരു PSC ചെയ്യുന്നുണ്ടോ? PSC ഞാൻ പറഞ്ഞു ഇല്ല, മോണ്ടിസോറിയാണ് ഇപ്പൊ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇപ്പൊ സാധാ TTC-യെക്കാട്ടി സ്കോപ്പും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് മോണ്ടിസോറി TTC-ക്കാണ്, നല്ല സാലറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഉണ്ടോ മിസ്സേ? മോണ്ടിസോറി TTC-ക്കാണോ കൂടുതൽ സ്കോപ്പും? അപ്പൊ അങ്ങനെ കേട്ടപ്പോ സന്തോഷം തോന്നി. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് അപ്രൂവ്ഡ് ആണല്ലോ. നമ്മൾ ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ നല്ല പേ ആണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ ഗൾഫിലും യൂറോപ്യൻ കൺട്രീസിലും പോയി കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ബഹ്റൈനിലുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. ആള് പക്ഷെ +2 കഴിഞ്ഞതേ ആള് മാരേജ് ഒക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ കൂടെ ബഹ്റൈനിലേക്ക് പോയി. പിന്നെ കേൾക്കുന്നത് ആളൊരു മോണ്ടിസോറി ടീച്ചറായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അവിടെ നിന്ന് കോഴ്സ് എടുത്തു ഉടനെ തന്നെ അവിടെ സ്കൂളിൽ കിട്ടി. അപ്പൊ അവിടെ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കില്ല. കുട്ടി എന്നോട് പറഞ്ഞതാ, നാട്ടിലാണെങ്കിലും നിങ്ങളൊരു ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നല്ലൊരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എവിടെയെങ്കിലും ഒന്ന് പഠിച്ച് നേരെ ഇങ്ങോട്ട് വന്നു ജോബ് ഉറപ്പാണ്, അഷ്വേർഡ് ആണ്. അതാണ് ഇതിന് സ്കോപ്പ് കൂടുതലാന്ന് പറയുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ ലാക്സിലായിരിക്കും സാലറി. ഗൾഫ് കൺട്രീസിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഇന്ത്യൻ മണി 50,000 60,000 ഒക്കെ ആയിരുന്നു ഞാൻ പഠിച്ച സമയത്ത് 2017. ഇപ്പൊ അതിൽ കൂടിയിട്ടുണ്ടാവും. കാരണം എന്റെ ബാച്ചിലുള്ള മിക്കവരുടെയും ലൈഫ് പാർട്ട്നേഴ്സ് ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഇവർക്കൊക്കെ ഹസ്ബൻഡിന്റെ കൂടെ ജോയിൻ ആവാൻ വേണ്ടിയിട്ട് അവിടെ രണ്ടുപേർക്കും ജോബ് ഉണ്ടെങ്കിലല്ലേ ലിവിങ് കോസ്റ്റ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിലെ പലരും ഇങ്ങനെ ഗൾഫിൽ നിന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അവർ വീട്ടിലൊരു ഡേ കെയർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഇതിലും അപ്ലൈ ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ആയി കഴിയുമ്പോൾ അവർക്ക് സ്കൂളിൽ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവര് നല്ല രീതിയിൽ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ഡേ കെയർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കുഞ്ഞിനെ സേഫ് ആയിട്ട് എന്തായാലും ആ ഒരു പേയ്മെന്റ് കൊടുക്കുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടി ഇവിടെ നാട്ടിലുള്ള തന്നെയാണ്, പറവൂരുള്ളതാണ്. ആ കുട്ടിക്ക് പിന്നെ നല്ലപോലെ വരയ്ക്കാനുള്ള കഴിവുണ്ട്. ആ കുട്ടി ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്തു. ഡേ കെയറിന്റെ ഒപ്പം തന്നെ കുട്ടികളെ ഈ ആർട്ടും പഠിപ്പിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെ പാരന്റ്സിന് കുറച്ചുകൂടി താല്പര്യമായിരിക്കും അങ്ങനെയുള്ളിടത്ത് കൊണ്ട് ആക്കാനായിട്ട്. കാരണം കുട്ടികളൊക്കെ മൊബൈലിലേക്കൊക്കെ ഭയങ്കര അട്രാക്റ്റഡ് ആകുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയുള്ള കളികൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരാളുണ്ട്. ആള് റെക്കോർഡ് ക്ലാസ് പോലും മര്യാദയ്ക്ക് കേൾക്കാറില്ലായിരുന്നു, ലൈവ് ക്ലാസ്സും വരാറേ ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിങ്ങനെ ടെൻഷൻ വരുമ്പോൾ വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കുറെ നേരം സംസാരിക്കും. അങ്ങനെ ആണ് ചെയ്യുന്നത്. ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള ഒരാളായിരുന്നു. പക്ഷെ ആൾക്ക് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ഈ പടം വരയ്ക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. മിസ് ഈ 10th പഠിച്ചാലും ഗൾഫിൽ കിട്ടുമോ? പിന്നെന്താ, എനക്ക് ഗൾഫിൽ നോക്കണം എന്നുണ്ട്. എന്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നത്. നേഴ്സിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് നമ്മള് ചലഞ്ച് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണല്ലോ. നമ്മുടെ നാട്ടിലെ സ്കൂൾ എന്ന് പറഞ്ഞാൽ പോട്ടെ എന്ന് വിചാരിക്കാം. ഒന്നും എന്നാലും പറയാൻ പറ്റില്ല. ചില സ്കൂളുകാർ ലാംഗ്വേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. ഗൾഫിൽ പോകുമ്പോൾ അതെ, ഇനിയിപ്പോ ഏതായാലും ഇതിപ്പോ പഠിക്കുമല്ലേ, ഇതിന്റെ കൂടെ ഇനിയിപ്പോ കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷും കൂടി അങ്ങ് പഠിച്ചു കളയാ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ശരിയാകും. ഏതൊരു ഭാഷയും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ശരിയാകും. നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടല്ലേ. ശരിക്കും ഒരു മിമിക്രിയാണ് ശരിക്കും ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതെ മിസ്സേ, ഇതില് ചേർത്ത് കുറെ പഠിച്ച് എന്നെ സംബന്ധിച്ച് കുറെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു. ഇനി ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സിമ്പിൾ ഇംഗ്ലീഷ് പോരെ, വലിയ ഗ്രാമറും വൊക്കാബുലറി ഒന്നും ആവശ്യമില്ലല്ലോ. അത് നിങ്ങള് ആരോട് സംസാരിക്കല്ലേ ഇംഗ്ലീഷിലൊന്നും. ഇപ്പം കുറച്ചൊക്കെ ചെറിയ ചെറിയ വേർഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാ സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു തള്ളാണ്. കാണത്തില്ല. ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ പിന്നെ ആ ഗ്രൂപ്പിന്റെ പരിസരത്തോട്ടേ ഒറ്റ മനുഷ്യർ കാണൂല. പാട്ട് വല്ല ഇതുകളിലാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുമാണ്. നിങ്ങൾക്ക് ആരാ ഇംഗ്ലീഷ് എടുക്കുന്നേ? അശ്വതി മിസ്. ഞാൻ പറയാം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളെ ലാംഗ്വേജ് ഉപയോഗിക്കാതിരുന്നാൽ നമ്മളുടെ ലാംഗ്വേജ് പോകും. മോള് ഡൽഹിയിൽ അവള് പറയണ്ടായിരുന്നു എന്റെ മലയാളം പോയിന്ന്. കാരണം അത് ഉപയോഗിക്കാനുള്ള ചാൻസ് അവിടെ ഇല്ലല്ലോ. അയ്യോ എന്റെ മലയാളത്തിന് എന്ത് പറ്റി, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ അവൾക്ക് വാക്കുകളൊന്നും കിട്ടില്ല. അപ്പൊ അവള് പറയൂ എന്റെ മലയാളം പോയി. നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്യുന്നത് നമുക്കത് വരും. നമ്മൾക്ക് എബ്രോഡ് പോകുമ്പോ ഇന്റർവ്യൂ ഒക്കെ ഈസി ആകും. പിന്നെന്താ, ഇന്റർവ്യൂവിനെ കുറിച്ച് നോക്ക് ബോധർ ചെയ്യണം, പേടിക്കാം. നിങ്ങൾക്ക് ഒരു ഗ്രൂമിങ് സെഷൻ ഒക്കെ കിട്ടും പോണതിന് മുമ്പ്. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ നാട്ടിലൊക്കെ ഒരു 2-3 ഇന്റർവ്യൂ ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കോൺഫിഡൻസ് ആകും. പിന്നെ എബ്രോഡിലെ ചില ഷാർജയിലേക്കൊക്കെയുള്ള ചില ഇന്റർവ്യൂ ഓൺലൈൻ നടത്താറുണ്ട് കേട്ടോ അവര്. നമ്മളൊരു കൺവീനിയന്റ് ടൈമോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ടൈമിൽ നമ്മൾ ഓൺലൈനായിട്ട് സ്കൈപ്പ് വഴിയൊക്കെ അതൊക്കെ നടത്താറുണ്ട്. ഇനി ചില നല്ല ഒരു ടോപ്പ് ലെവലിലുള്ള സ്കൂളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്റർവ്യൂ ചിലപ്പോൾ പല ലെവൽസിലായിരിക്കും. ഒറ്റ ലെവലിലായിരിക്കും. ഒറ്റ ഇതിൽ ഇന്റർവ്യൂ കഴിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആ. പേടിക്കാതെ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ടെൻഷൻ ഒന്നും ഇല്ല. മാക്സിമം നമ്മളുടെ ഇവിടെ ഇതൊക്കെ യൂസ് ചെയ്യുക. സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ സംസാരിക്കുക. ഈ ടോക്ക് ഫോർ ദ ഡേ, സൈൻ ഇൻ ഒക്കെ, പ്രെയർ ഒക്കെ അതിനൊരു നമുക്കൊരു ബേസ് തന്നെയാണ്. ഏതൊരു ബാച്ചിലൊരു കുട്ടി എന്നോട് പറഞ്ഞു അത് ചെയ്യാൻ പേടിച്ചിട്ട് കോഴ്സ് നിർത്തിപ്പോയിനെ പറഞ്ഞു. അവർക്ക് നഷ്ടമായിനെ ഞാൻ പറയൂ. ഡെഫിനറ്റ്ലി നമ്മൾക്ക് അവരുടെ ഫീസ് നിന്നുപോയി എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ഞാൻ അതിനെ ശരി സാറ് കേട്ടിരിക്കുക സാറ് ഒക്കെ വിഷമിക്കായിരിക്കും. ഞാൻ അതിനെ ഇതാക്കി പറയുന്നില്ല. പക്ഷെ അവർക്ക് നഷ്ടമായിനെ ഞാൻ പറഞ്ഞു. ദേ ലോസ്റ്റ് ഇറ്റ്. മാം, ഞാനില്ലേ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഫുള്ളായി പോയിട്ട് തേർഡ് ഇയറിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിൽ മോണ്ടിസോറിൻ്റെ ഡിപ്ലോമയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സോഷ്യോളജി ഡിഗ്രി എടുത്തിട്ടുണ്ട്. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മോണ്ടിസോറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിഗ്രിയും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ജോബിന് പോകുമ്പോൾ നമുക്ക് PGൻ്റെ, അതായത് ഇപ്പോൾ ഡിപ്ലോമയാണല്ലോ, PG മോണ്ടിസോറി ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? അതോ PG എടുക്കേണ്ടി വരുമോ? പ്രശ്നമൊന്നുമില്ല. PG എടുക്കുമ്പോൾ ഒന്നും കൂടി ഗുണം ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇപ്പൊ ഡിഗ്രി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ എടുക്കാഞ്ഞത്. മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, അത് ഡിപ്പെൻസ്. ആ ഒരു മാനേജ്മെന്റ് ആണ്. അവര് ആളുടെ പെർഫോമൻസ് ആണ് നോക്കുന്നെങ്കിൽ ക്വാളിഫിക്കേഷനോടെ മോണ്ടിസോറി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവരെയും അവർ ടീച്ചറായിട്ട് എടുക്കും. മോണ്ടിസോറി PG സർട്ടിഫിക്കറ്റ് ഉള്ളവരെയും അവർ ടീച്ചറായിട്ട് എടുക്കും.
അതായത് അങ്ങനെയല്ല മാം ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ KG സെക്ഷനിൽ മോണ്ടിസോറി എടുത്തു, PG എടുത്താൽ കുറച്ചും കൂടി നമുക്ക് വേറെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോ അവര് മോണ്ടിസോറി ഡിപ്ലോമ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, PG എടുത്തിട്ടില്ല എന്ന് ചോദിക്കുവോ? അത് ഡിപ്പെൻസ് ദാറ്റ് സ്കൂൾ. കാരണം ഞങ്ങളുടെ ബാച്ചിൽ തന്നെ PG എടുത്തൊരു ടീച്ചർ ഒരു 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പളായി. അത് ടീച്ചർക്ക് വേറെയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, MAയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാനേജ്മെന്റിന്റെ ഡിസിഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് PG ഉണ്ടെന്ന് കരുതി അവർ ഹയർ ക്ലാസ്സിലേക്ക് കൊടുക്കണമെന്നില്ല. ചിലപ്പോ ഡിപ്ലോമ ഉള്ള ആളുടെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ അയാളെ ഹയർ ക്ലാസ്സിലേക്ക് ഇതായിരിക്കാം. അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഇവര് കൊള്ളാം, നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, സോ നമ്മുടെ അതർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ സ്കില്ല് മനസ്സിലാക്കി അവർ നമ്മളെ അങ്ങനെ എടുക്കും. അതാണ് സ്കൂളിന്റെ തീരുമാനം. അതല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പോയ സ്കൂൾ എന്ന് പറഞ്ഞാൽ മോണ്ടിസോറി മാത്രമുള്ള ഒരു മോണ്ടിസോറി സ്കൂളാ. നമ്മളല്ലാതെ ഒരു CBSE സ്കൂളിൽ പോകുമ്പോൾ അവിടെ KG സെഷൻ തുടങ്ങി +2 വരെ കാണാം, 10th വരെ കാണാം. ഓക്കെ, അപ്പൊ ഹയർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ നിങ്ങൾ വളരെ നോളജ് ഉള്ള ആളാണെങ്കിൽ, ഇപ്പൊ മാത്സ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഹയർ ക്ലാസ്സിലേക്ക് മാത്സ് പഠിപ്പിക്കാനായിട്ട് വിടുമായിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് സ്കൂൾ ആൻഡ് മാനേജ്മെന്റ്. അവർക്ക് തീരുമാനിക്കാം, അവരാ തീരുമാനിക്കുക. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ തന്നെയുള്ളൂ, അല്ലാണ്ട് വേറെ നമുക്ക് എന്തൊക്കെ. ഇപ്പൊ യോഗ അറിയാവുന്ന ഒരാളാണ് മോണ്ടിസോറി ടീച്ചറായിട്ട് ചെല്ലുന്നെങ്കിൽ അവരെ യോഗ ഇൻസ്ട്രക്ടർ ആയിട്ടും കൂടെ അവിടെ ചിലപ്പോൾ അവര് നിർത്തും. പിന്നെ മാത്സിൽ PG ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ മാത്സ് ക്ലാസ് എടുക്കാനായിട്ട് ഹയർ ക്ലാസ്സിലേക്ക് പറയുമായിരിക്കും. അല്ലെങ്കിൽ ഡാൻസിൽ ചിലപ്പോൾ ഡിഗ്രി എടുത്തിട്ടുണ്ടാവും. സോ അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിനുള്ള ഡാൻസ് ടീച്ചറായിട്ടും കൂടെ ചിലപ്പോൾ അപ്പോയിന്റ് ചെയ്യായിരിക്കും. പേയ്മെന്റ് അതിനനുസരിച്ച് കൊടുക്കുമായിരിക്കും. ദാറ്റ്സ് അപ് ടു ദാറ്റ് സ്കൂൾ. ഗവൺമെന്റ് സ്കൂളിൽ മാത്രമാണ് റൂൾസ് നോക്കിയല്ല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് വലിയ എക്സ്പ്ലോറേഷൻ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവിടെ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. സർവീസ്, ഞാൻ പഠിച്ച ഗവൺമെന്റ് സ്കൂളാണ്, എനിക്ക് അവിടെ തന്നെ നോക്കാം, അങ്ങനെയൊക്കെ നമുക്കുള്ള നമ്മളുടെ ഒരു ഹ്യൂമാനിറ്റി അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെയും നോക്കാം. ഇനി അതല്ല, എനിക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് കുറെ പേർക്ക് ജോലി കൊടുക്കണം, കുറെ മക്കളെ കെയർ ചെയ്യണം, അങ്ങനെയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേക്കണേ ക്ലാസ്സിൽ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ആയിരുന്നു എന്നുള്ളത് ബ്രീഫ് ചെയ്തേക്കണം. കാരണം ക്ലാസ് ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില കുട്ടികൾ ഓടി കയറും. നോക്കുമ്പോ ഇങ്ങനെ അവർക്ക് റിപ്പോർട്ട് ക്ലാസ് കാണുമ്പോൾ ഇത് സംസാരമായിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ലാരിറ്റി കൊടുത്തേക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്ന് ബ്രീഫ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, എനിവേ ജസ്റ്റ് ഒരു 5 minutes. ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് പറയാന്ന് വിചാരിച്ചായിരുന്നു. എന്തെങ്കിലും ഉണ്ടോ പറയാൻ? അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഇനിയും ഡൗട്ട്സ് വന്നുകൊണ്ടിരിക്കും. അതെ. ഓക്കെ, ഏതോ ഒരു ആദ്യത്തെ ബാച്ചുകളിലൊക്കെ മിസ് ക്ലാസ് അങ്ങ് എടുക്കൂ, ലാസ്റ്റ് 10 minutes ഡൗട്ട് എന്ന്. പക്ഷെ ഈ ലാസ്റ്റ് 10 minutes ഒന്നും തികയില്ല ഡൗട്ട് ചോദിക്കാനായിട്ട്. പിന്നെ ഈ അരമണിക്കൂറും കൂടി ഇരിക്കേണ്ടി വരും. ഡൗട്ട്സ് അങ്ങ് ക്ലിയർ ചെയ്ത് വെക്കൂ. പക്ഷെ ചില എന്താ പറയാ, ക്ലാസ് താല്പര്യമുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം കേട്ടോ. ആരെങ്കിലും ഒക്കെ കാണും മിസ്സേ. അല്ല, തുറന്നു പറഞ്ഞോളൂ. എന്നോട് തുറന്നു പറയുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയിച്ചാലും മതി, ക്ലാസ്സിൽ തുറന്നു പറയാൻ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ. ഓക്കെ, അമ്മക്കൊക്കെ മിസ് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇഷ്ടം. എനിക്കും സംസാരിക്കുന്നതും ഇഷ്ടമാണ്, കേൾക്കുന്നതും ഇഷ്ടമാണ്. ഓക്കെ, എനിവേ ജസ്റ്റ് എന്നോടൊന്ന് പറയൂ, എവിടെയായി എന്നൊന്ന് പറയാമോ? നമ്മള് ക്ലാസ് എടുത്തത് ഫസ്റ്റ് പേജ് കഴിഞ്ഞിരുന്നോ? ഫസ്റ്റ് പാരഗ്രാഫ്, അതായത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ആ ഫസ്റ്റ് കൺസെപ്റ്റ് അത് മാത്രമേ ചെയ്തുള്ളൂ അല്ലെ? നമുക്ക് ഇനി താഴേക്ക് വരുന്നുണ്ട്. സ്കൂളുകളില് മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. ഏതൊരു ഏജിലും ഏതൊരു ഡെവലപ്മെന്റ് സ്റ്റേജിലും മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. കുട്ടിയാണ്, അവന് കാര്യമായി അതൊന്നും ബാധിക്കില്ല എന്ന് കരുതി നമ്മള് മൈൻഡ് ചെയ്യാതിരിക്കുകയല്ല വേണ്ടേ. കുട്ടികളുടെ ഏതൊരു പ്രായത്തിലും ഈ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ്ഹുഡ് ആണെങ്കിലും അഡൽട്ട്ഹുഡ് ആണെങ്കിലും അഡോളസൻസ് ആണെങ്കിലും യൂത്ത്, പ്രായമാവുമ്പോൾ ഓൾഡ് ഏജ്, എല്ലാം ഒരു ടൈമിലും നമ്മുടെ വീട്ടിലുണ്ടാവും പല പല ഏജിലുള്ള ആളുകൾ അല്ലെ. അപ്പോ പ്രായമായവരെന്ന് പറയുമ്പോൾ അവരുടെ റെസ്റ്റ് ലൈഫിലാണ്. അവർക്ക് ചിലപ്പോൾ ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും,
അവര് ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഡള്ളാകും അല്ലെ. അപ്പൊ അവരുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ നമ്മളാണ് അപ്പൊ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതുപോലെ കുട്ടികളുടെ കാര്യത്തിലും അവർ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവർക്ക് ചിലപ്പോൾ ഒന്ന് കണ്ടുകിട്ടിയാൽ തന്നെ അവരൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാകും. ഡോൺ കെയർ ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും, നമുക്ക് കാണാം. അങ്ങനെ ഒരു സ്കൂളാകുമ്പോ വീട്ടിലിപ്പോ നമ്മളുടെ വിരലിലെണ്ണാവുന്ന ആൾക്കാരായിരിക്കും. സ്കൂൾ എന്ന് പറയുമ്പോ അങ്ങനെയല്ലോ, എത്രയോ മക്കള് വരുന്ന സ്ഥലം. ഒരാൾക്കുണ്ടാകുന്ന ഫീലിങ്സ് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ പോരാ, ഈ പറയുന്ന ഹോൾ ഗ്രൂപ്പിന്റെ ഫീലിങ്സ് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്റെ മോൻ ഇങ്ങനെ ഒരു ദിവസം ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോഴേ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ചിരിച്ചില്ല. അത് അവൻ ആ ദിവസം മുഴുവനും ഭയങ്കര ടെൻഷനായിരുന്നു. ടീച്ചർ ചിരിക്കുന്നില്ല, എന്തോ മേ ബി വല്ല ഇതുകൊണ്ടായിരിക്കാം, പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അത് ആ കുട്ടിയെ അത്രയും ബാധിച്ചു എന്നുള്ളതാണ്, ചിരിച്ചില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ ഇതുപോലെ തന്നെയായിരുന്നു. കുട്ടികൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അവര് നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഏതൊരു ടീച്ചറെ ആണെങ്കിലും കേട്ടോ, ആ ഒരാള് ദിവസം വന്നില്ലെങ്കിൽ ഭയങ്കര അന്വേഷണം. പിന്നെ അടുത്ത ദിവസം ആ ടീച്ചർ വരുമ്പോ ടീച്ചറുടെ അടുത്ത് ഭയങ്കര അന്വേഷണങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവരുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മൾക്കും ഉണ്ടാവും നമ്മളുടെ ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ടീച്ചർമാരെ ഓർമ്മ അല്ലെ. അത് നിങ്ങൾക്ക് ആ ഒരു അസൈൻമെന്റ് വരുന്നുണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന 3 പേരെ കുറിച്ച് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ആളുകളെ പറ്റി എഴുതാട്ടോ, 3 കുറഞ്ഞു പോരുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരെ പറ്റിയും എഴുതാനും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരെ പറ്റി 5 പേരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതും നിങ്ങൾക്ക് മിനിമം 5 ആണ്. നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും പറ്റി എഴുതാം. അപ്പൊ ഈ 5 പേരില് നമ്മൾ ഒരു വർക്കും നിർബന്ധം പറഞ്ഞില്ല. പക്ഷെ ഈ 5 പേരില് ഒരാള് മറിയ മോണ്ടിസോറി ആയിരിക്കണം എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ബാച്ചിനോടും. നമ്മൾ മറിയ മോണ്ടിസോറി അറിയണം, അവരാരാണെന്നും അവരെന്തുകൊണ്ടാണ് ഈ മെത്തേഡ് അവര് ഡിസൈൻ ചെയ്തത്. അങ്ങനെ അവര് തന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ അവർ 19th സെഞ്ചുറിയിൽ ചെയ്തത് ഇപ്പോഴും പോപ്പുലർ ആണ്. പലപ്പോഴും പല പല മെത്തേഡുകൾ കാലഹരണപ്പെട്ട് പോവാറേ പതിവുള്ളൂ അല്ലെ. പുതിയ കാര്യങ്ങൾ അതിനെ റീപ്ലേസ് ചെയ്യും. പക്ഷെ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് കൂടുതൽ പോപ്പുലർ ആവുമായിരുന്നു ചെയ്തത്. അത് നിന്നു പോയിട്ടില്ല. ഓക്കെ, അവർക്ക് പല ചലഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് അവർ ഈ മെത്തേഡിനെ ഡിസൈൻ ചെയ്ത് അവര് വേൾഡ് വൈഡ് അതിനെ പോപ്പുലർ ആക്കിയത്. അത് മാത്രമല്ല ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാം അവർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇത് അപ്പൊ അതൊക്കെ ആ ഒരു അസൈൻമെന്റിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് ഓർത്തെടുക്കാം. നമ്മളുടെ പ്രിയപ്പെട്ട ടീച്ചർമാർ ആരൊക്കെയായിരുന്നു. ഞാൻ എഴുതിയ 3 പേര്. ഒരാള് എന്നെ നഴ്സറി പഠിപ്പിച്ചത്, അത് നഴ്സറി ആയിരുന്നു കേട്ടോ. നഴ്സറി വായനശാലയോട്, ഞങ്ങളുടെ നാട്ടിലൊരു വായനശാല ഉണ്ടായിരുന്നു, അതിനോട് ചേർന്നൊരു നഴ്സറി ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടുത്തെ ഞങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തിരുന്നത് ഈ വുഡൻ ബ്ലോക്സ് വെച്ചിട്ടായിരുന്നു. എനിക്ക് പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് അത്ര പോപ്പുലർ ഒന്നും ആയിട്ടില്ലല്ലോ. വുഡൻ ബ്ലോക്സ് കൊണ്ട് ഞങ്ങൾ പലതരം ഷേപ്പ് ഉണ്ടാക്കുക, അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ അതായിരുന്നു. അപ്പൊ ഈ നഴ്സറിയിൽ ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ അമ്മ വീട്ടിൽ കുറച്ചു നാൾ താമസിച്ചപ്പോ അവിടെ അടുത്ത് ഈ അംഗൻവാടി എന്നല്ല ബാലവാടി എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇവിടെ എല്ലാം ഈ വുഡൻ ടോയ്സ് ആയിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ കയറിയിരുന്ന് ഇങ്ങനെ ആടി കളിക്കുന്ന ടക്കിന്റെ ഷേപ്പ് ഉള്ളതും അതുപോലെ തന്നെ കുതിരയുടെ ഷേപ്പ് ഉള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന ടോയ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ എന്നെ നഴ്സറി പഠിപ്പിച്ച കനക ടീച്ചറെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. പിന്നെ ഈ കനക ടീച്ചർ ആബ്സെന്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു ടീച്ചർ വരുമായിരുന്നു കേട്ടോ, സത്യഭാമ എന്ന് പറഞ്ഞ ടീച്ചർ ഇപ്പൊ മരിച്ചുപോയി. പക്ഷെ ആള് ഭയങ്കര പേടിപ്പിക്കലായിരുന്നു കുട്ടികളെ. അത് കാരണം ആ ടീച്ചർ മനസ്സിൽ നിൽക്കണില്ല. ഓർക്കുമ്പോ തന്നെ നമുക്കൊരു പേടി അങ്ങനെ തോന്നുന്നൊരു ടീച്ചറായിരുന്നു. ഭയങ്കരമായിട്ട് കുട്ടികളെ വഴക്ക് പറയുകയും ചെയ്യും, ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു, അടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടീച്ചറായിരുന്നു സത്യഭാമ ടീച്ചർ. പക്ഷെ കനക ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. കനക ടീച്ചർ മാരേജ് ചെയ്തിട്ടില്ല, പക്ഷെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. സത്യഭാമ ടീച്ചർ കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ളതായിരുന്നു. അപ്പം അങ്ങനെ അപ്പൊ അതുകൊണ്ട് മാതൃത്വം എന്ന് പറയുന്നത് ആ ഒരു അഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതിന് കുട്ടികൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. മദർഹുഡ് എന്ന് പറയുന്നത് എല്ലാവരിലും വരുന്ന ഒരു ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ,
അപ്പൊ അത് ആ ടീച്ചറെ പറ്റി എഴുതി. പിന്നെ എഴുതിയത് ഞാൻ എന്റെ മോനെ LKG പഠിപ്പിച്ച ഒരു സിസ്റ്ററിനെ കുറിച്ചായിരുന്നു, സിസ്റ്റർ ആൻഡ്രീത. പിന്നെ എഴുതിയത് ഞാൻ മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസിന് പോയ ഒരു മോണ്ടിസോറി സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ, പ്യുവർ സ്കൂൾ. അവിടുത്തെ സാർ ഉണ്ടായിരുന്നു, അജി എന്ന് പറഞ്ഞ സാറ്. എന്തൊരു ഡൗൺ ടു എർത്ത് മനുഷ്യൻ, കുട്ടികളെ എന്ത് നല്ല രീതിയിലുള്ള സാറ്, ഭയങ്കര കെയർ ചെയ്ത. പക്ഷെ മാതൃത്വം എന്ന് പറയുന്നത് ഇപ്പൊ ഫാദർഹുഡ് എന്നുണ്ടെങ്കിൽ അത് സാറിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. സാറ് ശരിക്കും ഫാമിലിയുമായി അകന്ന് നിൽക്കുക. കാരണം സാറിന്റെ വൈഫ് ഒരു ചൈനക്കാരിയാണ്. അവര് സിംഗപ്പൂരാണ് സെറ്റിൽഡ്. സിംഗപ്പൂര് 2 മക്കളും ഉണ്ട്. മക്കളുമായിട്ട് മാം അവിടെയാണ്. ഇടയ്ക്ക് മാം വിസിറ്റ് ചെയ്യും. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് വിസിറ്റ് ചെയ്തിരുന്നു, ഈ മക്കളുമായിട്ട് വരും. അപ്പൊ അങ്ങനെ സാർ വളരെ ഇതായിട്ട് നിൽക്കാറ്. ഓക്കെ, അപ്പൊ ഈ 3 പേരെ പറ്റിയാണ് ഞാൻ എഴുതിയത്. പിന്നെ മറ്റേ വേൾഡ് ഫേമസ് ടീച്ചേഴ്സ് ഞാൻ 10 പേരെ പറ്റി എഴുതിയത്. മറിയ മോണ്ടിസോറി ഒരാള്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, നമ്മുടെ ടീച്ചേഴ്സ് ഡേ ആയിട്ട് അദ്ദേഹത്തിന്റെ മെമ്മറൈസേഷനിലല്ലേ, അങ്ങനെ കുറെ പേര്, ഐസക് ന്യൂട്ടൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ബുക്കർ ടി വാഷിംഗ്ടൺ, പിന്നെ BC കാലഘട്ടത്തിലുള്ള സോക്രട്ടീസ്, അങ്ങനെ ചൈനീസ് ഫിലോസഫർ, അങ്ങനെ കുറെ പേരെ പറ്റി ഞാൻ 10 പേരെ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വേറൊരു ക്ലാസ്സിൽ പറയാം. ഇതിപ്പോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടോപ്പിക് പറയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ തരുമ്പോൾ എല്ലാത്തിന്റെയും എല്ലാ ക്വസ്റ്റ്യന്റെയും ഡീറ്റെയിൽസ് ഞാൻ തരാം. അതായിട്ടില്ല, അതിനുള്ള ടൈം ആയിട്ടില്ല. പാർട്ട് 3 തീരാറാകുമ്പോഴേ ഞാൻ തരാറുള്ളൂ ആ ഒരു അസൈൻമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എങ്ങനെയായിരുന്നു പ്ലീസ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് എങ്ങനെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. ഓക്കെ പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഉണ്ടോ? യെസ്. ഇല്ല. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു മാം. താങ്ക് യു. മിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ശ്രീഷ്മ പറഞ്ഞു. റെക്കോർഡ് ക്ലാസ് കാണുന്നവര് ഈ ആക്ടിവിറ്റി, അതുപോലെ അസൈൻമെന്റ്, നമ്മുടെ റെക്കോർഡ്സ് അതെല്ലാം എങ്ങനെയാ സബ്മിറ്റ് ചെയ്യാ? നോ നീഡ് ടു സബ്മിറ്റ്. അസൈൻമെന്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അതിനുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരുമ്പോൾ മാത്രം സബ്മിറ്റ് ചെയ്യാം. ആക്ടിവിറ്റീസ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട, റെക്കോർഡും സബ്മിറ്റ് ചെയ്യേണ്ട. കാരണം പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ 1 പേജ് അല്ലെങ്കിൽ 2 പേജ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 100 പേജോ അത്രയൊക്കെ വരും. അത് ഒരു റെക്കോർഡിന്റെ കാര്യം. അങ്ങനെ 5 റെക്കോർഡ് ആകുമ്പോൾ ഒരാൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറെ ഡേറ്റ്. അതിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് ഫോർ യു, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ആ റെക്കോർഡ്സ്. ഈ റെക്കോർഡ്സ് നമുക്കൊരു റെഫറൻസാണ്, നമ്മളുടെ ഇനിയുള്ള ലൈഫ് ജേർണിയിലേക്കുള്ള റെഫറൻസ്. പിന്നെ പ്രാക്ടിക്കൽ സെഷന് നേരിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടുവന്നാൽ സൈൻ സീലൊക്കെ കിട്ടി കൊണ്ടുപോകാം. അത്രയും. അതും കുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ്. അവർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്താലേ ഞങ്ങൾക്ക് അതിനൊരു വാല്യൂ ഉണ്ടല്ലോ, അതുകൊണ്ട് സൈൻ കിട്ടിയത് നന്നായിരുന്നു. ഒരു പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. 8-ാം തീയതി ഞങ്ങൾക്ക് ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. 8-ാം തീയതി അതെന്താ ആക്ടിവിറ്റീസ്? അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്താൽ മതിയോ നമ്മുടെ വാട്സപ്പ് അല്ല, ഗ്രൂപ്പിൽ? സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ സബ്മിറ്റ് ചെയ്യാനാ പറഞ്ഞേ? അത് ക്ലാസ്സിൽ കാണിക്കാനാണോ? ക്ലാസ്സിൽ കാണിക്കാനാണ്. അപ്പൊ ക്ലാസ്സിൽ കയറാത്തവർ എന്ത് ചെയ്യണം എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ? റെക്കോർഡ് ക്ലാസ് കാണുന്നവർ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം, നോ വറീസ്. ഞാനത് ടീച്ചറോടൊന്ന് ചോദിക്കാം. ഏത് ടീച്ചറായിരുന്നു? അപർണ മിസ് ആണോ? ഓക്കെ ഫൈൻ, ഞാനത് ടീച്ചറോട് ചോദിച്ചോളാം കേട്ടോ. ടീച്ചറോട് പറയാം റെക്കോർഡ് ക്ലാസ് കാണുന്നവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ടീച്ചർ പറഞ്ഞായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. നമ്മുടെ ഡൗട്ട്സിന് മറുപടി പറഞ്ഞതിന് ദിശ മാമിന് ഒരുപാട് നന്ദി. ഒരുപാട് ഡൗട്ട്സ് മാത്രമേ ഉള്ളൂ. ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ റൈറ്റ്സ് ആണ് ഡൗട്ട്സ് ചോദിക്കുക എന്നുള്ളത്. പറഞ്ഞു തരിക, നിങ്ങളെ സമാധാനിപ്പിക്കുക, നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മറുപടി തരാ. അല്ല, എല്ലാവർക്കും ചിലപ്പോ അതിങ്ങനെ മടി കൂടാതെ പറഞ്ഞു തരാനുള്ളൊരു മനസ്സുണ്ടാവണമെന്നില്ല മിസ്സിന്. പക്ഷെ മിസ് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും. അതുകൊണ്ട് എല്ലാ ഡൗട്ട്സും നമ്മൾ മിസ്സിനോടാണ് ചോദിക്കുന്നത്. ക്ലാസ്സിൽ ചോദിച്ചാൽ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. എന്തോ നമ്മുടെ പേടിയൊക്കെ കുറച്ച് മാറി, കുറച്ച് കോൺഫിഡൻസ് ആവും
ഇങ്ങനെ ഡൗട്ട്സ് മാം എല്ലാം നമ്മൾ ക്ലിയർ പ്ലസ് ആകുമ്പോഴേ. ടു നമ്മൾ പ്ലസ് ടു എടുത്താൽ നമുക്ക് PG മോണ്ടിസോറി ആണ് ഡിപ്ലോമയാണോ കിട്ടുക? ഷൈമ ഇപ്പൊ ഒരാള് ഇതിനുള്ള കറക്റ്റ് ആൻസർ ജയദേവ് സാർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇപ്പൊ ഒരാള് ഗ്രൂപ്പിലിട്ടേ PG സുനിഷ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്ലസ് ടു എടുത്തവർക്ക് PG എടുക്കാന്നുള്ളതേ. അതാ ഞാൻ ചോദിക്കാൻ കാരണം, ഡിഗ്രി എടുത്തവർക്ക് എന്നാ പറഞ്ഞത്. പണ്ട് അങ്ങനെയായിരുന്നു, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് ആയതുകൊണ്ട് പറ്റുമെന്നാണ് സർ എനിക്ക് തന്നൊരു മറുപടി. ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ അന്ന് സാറ് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചപ്പോ എക്സ്ട്രാ അതിന് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് കെട്ടിയാൽ മതി എന്നാണ് അന്ന് പറഞ്ഞത്. ഡിഗ്രി ആകുമ്പോ അത് വേണ്ട അത്രേ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് കൺഫ്യൂഷനായി. കാരണം അങ്ങനെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് ആയതുകൊണ്ട്, തൊഴിൽ നിന്റെ നൈപുണ അങ്ങനെ എന്തോ അല്ലേ എന്റെ മലയാളം പറയുന്നത്, കോഴ്സ് ആയതുകൊണ്ട് പറ്റും. നമ്മൾ PGDC എടുത്തിട്ടുണ്ടല്ലോ, പ്ലസ് ടു കഴിഞ്ഞവർ PGDC എടുക്കാറുണ്ടല്ലോ, അതുപോലെ ഇത് പറ്റും എന്നാണ് സർ ഇപ്പൊ എന്നോട് പറഞ്ഞത്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി കംപ്ലീറ്റ് ആയവർക്ക് PG പറ്റുള്ളായിരുന്നു. ഓക്കെ മാം, ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.